ഹായ് ഞാൻ ബ്രൈറ്റ്നസ് ഒന്ന് കുറച്ചാ കണ്ണ് കുത്തിയിട്ട് വെച്ചാ അത് പറയാ ഇത് ഉമ്മാന്റെ ഫോണാ ഇത് അങ്ങനെ രാവെന്നോ പകലൊന്നും ഇല്ല ഇത് എപ്പോഴും ബ്രൈറ്റ്നസ് ഫുൾ ആയി അല്ല അപ്പൊ എനിക്ക് ചാർജ് കഴിയുന്ന വിഷയമൊന്നും ഇല്ല ചാർജ് കഴിയേ എപ്പ നോക്കിയാലും ഈ കുന്താണ് മൂട്ടി പിന്നെ എങ്ങനെ ചാർജ് കഴിയാ ഞാനാണ് വാങ്ങിട്ട് 90 അടിക്ക് പോയിട്ടില്ല 90 അടിക്ക് പോന്നിട്ടില്ലാന്ന് അതൊക്കെ ഒരു ഭാഗ്യം വാങ്ങിയപ്പോ പൊന്നു പോലെ എന്നെ നോക്കിയിട്ടത് ഒരു ദിവസം ഒരു വട്ടം കുത്തിയൊക്കെയുള്ളൂ 100% ബാറ്ററി ഹെൽത്ത് ഇപ്പോഴോ ഒരു ദിവസം 5 വട്ടം കുത്തിയൊക്കും ബാറ്ററി ഹെൽത്ത് ആണെങ്കിൽ 75%. അതൊക്കെ പോട്ടെ നോക്കാം പള്ള നിറഞ്ഞാൽ പൊട്ടാനായിക്കോളും സ്പേസ് ഇല്ലല്ലോ. അല്ല ഇപ്പോഴെ പൗഡർ ഒക്കെ ഇട്ട് കുട്ടപ്പനൊക്കെ എവിടെ പോണു പൗഡർ അതിന്റെ കൂട്ടൊന്നും പരാതിരിക്കാൻ ചങ്ങായി നല്ലത്. ഓനക്ക് പെസ് കളിച്ചാണെങ്കിലും പബ്ജി കളിച്ചാണെങ്കിലും എന്റെ മുഖത്ത് പൗഡർ അങ്ങോട്ട് ഇട്ടണം. ഇനിയിപ്പൊ എന്നാ വെളിച്ചെണ്ണയിട്ട് വരുന്നു റബ്ബിനറിയാം. എന്താ പോലെ അല്ല എന്താ എന്റെ പാട് അങ്ങനെയൊക്കെ പോണു. രാവിലെ 5 മണിക്ക് നീക്കണം എന്നിട്ട് എല്ലാ ഗ്രൂപ്പിലും സുപ്രഭാത മെസ്സേജ് കൊടുത്തിട്ട് അതാണ് മെയിൻ പരിപാടി. പിന്നെ ഇടക്ക് വാർത്തയും ഇടക്കിടക്ക് ഇങ്ങനെ കേട്ടോണ്ടിരിക്കണം. പിന്നെ മെയിൻ ആയിട്ട് രാഷ്ട്രീയ ചർച്ച. പിന്നെ അവിടുന്ന് ഇവിടുന്ന് കിട്ടിയ വീഡിയോ ആണ് നോക്കാതെ എല്ലാ ഗ്രൂപ്പും ഇടുക. അതൊക്കെ തന്നെ മൂപ്പര് മെയിൻ ഹോബി. അത് പറഞ്ഞപ്പോഴാ മൂപ്പത്തിരിപ്പ് ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങിയോ എന്തിനാന്നറിയില്ല എടുക്കലും അതിനൊക്കെ ഓൻ്റെത് രാജയോഗം തന്നെ. സമയം നോക്കാനും കുടുംബക്കാർക്ക് വിളിച്ചാനും അലാറം വെക്കാനും അല്ലാതെ വലിയ ഫോണ് തുടലില്ല. നോക്കണ്ട അത് മോൾക്ക് സ്നാപ്ചാറ്റിൽ നോട്ടിഫിക്കേഷൻ വന്നതാ. സ്നാപ്ചാറ്റിനല്ലേ മെയിൻ? സ്നാപ്ചാറ്റിലുണ്ട് പക്ഷെ ഈ ആമസോൺ ഫ്ലിപ്കാർട്ട് അതിലൊക്കെയാണ് മെയിൻ ആയിട്ട് ഓരോ സാധനങ്ങൾ നോക്കും കാട്ടിലിടും വാങ്ങൊന്നുമില്ല. പിന്നെ ഇൻസ്റ്റാഗ്രാം അതൊരു 2500 റീലെങ്കിലും കാണണം. അതാണ് അതിന്റെ ഒരു കണക്ക്. 2500 റീലോ? മിനിമം 2500 റീല്. ഒറ്റ മിനിറ്റ് ഒരു ചെറിയ ആഡ് പോയിക്കോട്ടെ ഉപകാരമുള്ള ആഡ്. ഉപകാരമാണ് കേൾക്കാം. ഓഫീസ് മേഖലയിൽ ഒരു ജോബ് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളെ എജു താലിമിന്റെ സബ് ബ്രാൻഡായ സ്കിൽ ഷോർ പ്രൊവൈഡ് ചെയ്യുന്ന ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. 3 മാസത്തെ കോഴ്സും 1 മാസത്തെ ഇന്റേൺഷിപ്പുമാണ് ഈ കോഴ്സിൽ വരുന്നത്. കൂടാതെ ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലോകത്ത് എവിടെ ഇരുന്ന് പഠിക്കാം. അത് മാത്രമല്ല AI ഇൻ്റഗ്രേറ്റഡ് ആയിട്ടാണ് ഇവിടെ ഓരോ കോഴ്സും നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് കൂടാതെ HR അഡ്മിനിസ്ട്രേഷന്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്, ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് പോലത്തെ കോഴ്സുകൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. ആഡ് ഇങ്ങോട്ട് അയച്ചാ ഒന്ന് ഫോർവേഡ് ചെയ്താ ഞാൻ ആ ചെറുക്കനെ അയച്ചു കൊടുക്കണം. ഫുൾ ടൈം പബ്ജി കളിച്ച് നടക്കുക. ഫോർവേഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി.